അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗം ഞങ്ങൾക്ക് കാണുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇല്ലിക്കലിലാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്താൻ ഒരു കാരണമുണ്ട്. ഈ ഒരു അടുത്ത വീട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി, ഒരു 3 ആഴ്ചത്തോളമായി വലിയ രീതിയിൽ അട്ടശല്യം രൂക്ഷമായിരിക്കുന്നൊരു സാഹചര്യമാണ്. അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നാണ് ഇപ്പോൾ ആ വീട്ടുകാർ പറയുന്നത്. എന്തായാലും അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ടും കണ്ടിട്ടും വരാം. ബാ. മൈക്ക്, ഇത് എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്? എപ്പോഴായിരുന്നു ഇതിപ്പം ഒരു 3 ആഴ്ചയായുള്ളൂ. ഞാൻ ഏകദേശം 15 വർഷം കഴിഞ്ഞ് ഇവിടെ താമസം തുടങ്ങിയിട്ട്. 3 ആഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ഇവരുടെ ഇടിഞ്ഞ് വീണ ഒരു ഷെഡ്. ആ ഷെഡ് പൊളിച്ചിട്ട് അതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. ശേഷമാണ് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു മുട്ട ഇടുമ്പോഴത്തേക്ക് 1000 കുഞ്ഞുങ്ങൾ വിരിയുമെന്നാണ് ഇതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു വേസ്റ്റ് എടുത്ത് മാറ്റുമ്പോഴത് അതിൻ്റെ ഇടയിൽ 1000കണക്കിന് ഈ ചേരട്ടകൾ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പം ഇതിന് എതിരായിട്ട് ഞാൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് മണ്ണെണ്ണ ഇടിച്ച് ചാകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 45 ലിറ്ററോളം മണ്ണെണ്ണ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു. അത് ചാകാതെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ കളരിക്കൽ ബസാറിൽ പോയി കെമിക്കൽ കൊണ്ടുവന്ന് അടിച്ചു. വീണ്ടും ഞാൻ കെമിക്കൽ മേടിക്കാൻ ചെന്നപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അയൽവക്കത്ത് കിണറുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കെമിക്കൽ മണ്ണിലടിക്കരുത്, മണ്ണിലടിച്ചിട്ടെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അത്രയും ദുഷ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നിങ്ങൾ കണ്ടതല്ലേ ഈ കാണുന്നത്. ഞാനിത് ഈ സ്ഥല ഉടമ എന്ന് വെച്ചാൽ അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മാമ കൂടിയാണ് PK സഫറുള്ള ചേരിക്കൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, നിന്റെ അടുക്കള വാതിലാണെങ്കിലും സ്ഥലം എൻ്റെതാണ്, നീ കൊണ്ടുപോയി പരാതി കൊടുക്ക്, പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുന്നുള്ളെന്നാണ് പറഞ്ഞത്. അതിന് തക്കതായിട്ടുള്ളൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10-12 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ കട മെയിൻ്റനൻസ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 6 അടിയോളം പുള്ളി വഴിയിലേക്ക് PW റോഡിലേക്ക് കട ഇറക്കി പണിതു. അത് PW റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇത് റോഡിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ നോട്ടീസ് കൊടുത്തിട്ട് ആ കട പൊളിപ്പിച്ചു. ആ ഒരു കാരണം കൊണ്ടിട്ടാണ് ഈ പുള്ളി ഈ വേസ്റ്റ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ആ കട പൊളിപ്പിക്കാനായിട്ട് പരാതി കൊടുത്തത് ഞാനാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ ഇതിപ്പം മുഹമ്മദ് അനീഷ് ചേരിക്കൽ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെയാണ് ഈ വസ്തു. പുള്ളിയുടെ ഭാര്യയുടെ വാപ്പായാണ്, പിതാവാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഈ അട്ടയിനി മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇത് തടയുന്നതിന് എന്താണ് നമുക്കൊരു പരിഹാരം വരുന്നത്? ഇതിപ്പം ഞാൻ പഞ്ചായത്തിലും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അടുത്തും പിന്നെ പഞ്ചായത്ത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടുത്തെ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ KR അജയ്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഇന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വേണ്ട സംവിധാനം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ഇന്നിപ്പം റിട്ടേൺ ആയിട്ട് നോട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. ആ നോട്ടീസ് വെച്ചിട്ട് അദ്ദേഹം ഈ കണ്ടം നികത്താനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇത് ഇവിടുന്ന് മാറ്റി കയറ്റിക്കൊണ്ടും വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി റിമൂവ് ചെയ്യണം. ഇവിടെ ഇട്ടാൽ ഇവിടുന്ന് തന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ ഓടി കയറുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ JCB വിളിച്ചുകൊണ്ടും വന്നിട്ട് പുള്ളി ഇത് എടുത്ത് ഈ കണ്ടത്തിലിട്ട് നികത്താം എന്നുള്ള ഇതിലാണ്, ആ തരത്തിൽ കണ്ടം നികത്താനായിട്ടുള്ള പരിപാടിയാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി വീടുകളിലേക്കും കയറി, ഈ പ്രദേശത്തുള്ള വീടുകളിലേക്കും അതുപോലെ ഇത് പെരുകിക്കഴിഞ്ഞു. നമുക്ക് കണ്ണിൽ മണ്ണിൻ്റെ തരത്തിൽ ഇത് പെരുകിക്കഴിഞ്ഞു. ഒരു തരത്തിലും ഇത് ഇന്നത്തെ ഒറ്റ ദിവസത്തെ അനുഭവം ഈ കാണുന്നത്. ഇതിലപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പിന്നെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു കുഞ്ഞുമുണ്ട് ആത്മഹത്യയുടെ വക്കിലാണ്. അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗം ഞങ്ങൾക്ക് കാണുന്നില്ല. അത് തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും.